കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനും അവരുടെ നിയമലംഘനങ്ങൾക്ക് ഭരണകൂടത്തിന് സംരക്ഷണം നൽകാനുമുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ നീക്കങ്ങളെ പ്രതിപക്ഷം ശക്തമായി തന്നെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. അദാനിയുടെ വക്താവായി മാറുന്ന നില ഉപേക്ഷിച്ച് സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കണം. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനും അവരുടെ നിയമലംഘനങ്ങൾക്ക് ഭരണകൂടത്തിന് സംരക്ഷണം നൽകാനുമുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ നീക്കങ്ങളെ പ്രതിപക്ഷം ശക്തമായി തന്നെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. അദാനിയുടെ വക്താവായി മാറുന്ന നില ഉപേക്ഷിച്ച് സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കണം. അദാനി ഗ്രൂപ്പ് ഓഹരി വിൽപ്പന സംബന്ധിച്ച് അയച്ച കത്ത് ജൂലൈ 1 തന്നെ സർക്കാരിന് നൽകിയതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ജൂലൈ 2 മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ പത്രക്കുറിപ്പ്, അതിൽ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ്. ഓഹരി വിൽപ്പന സംബന്ധിച്ച് അദാനി ഗ്രൂപ്പ് വീണ്ടും സർക്കാരിന് കത്ത് നൽകിയെന്നാണ് ഒടുവിൽ വന്ന വാർത്ത. സർക്കാരിന് കത്ത് ലഭിച്ചോ ഇല്ലയോ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. അദാനി കമ്പനി സർക്കാരിന് വീണ്ടും കത്ത് നൽകിയതിലൂടെ ഓഹരി വിൽപ്പന സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നത് അടിവരയിടുകയാണ്. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഓഹരി വിൽപ്പനക്കായി സെബിക്ക് നൽകിയ കത്ത് പിൻവലിക്കാൻ അദാനി കമ്പനി തയ്യാറായിട്ടില്ല. സർക്കാരിനെ വീണ്ടും സമീപിച്ച വിവരം സെബിയെ അറിയിക്കാനും അദാനി കമ്പനി തയ്യാറായിട്ടില്ല. ഇതിലെല്ലാം കമ്പനിയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി ജനങ്ങൾ സംശയിച്ചാൽ തെറ്റില്ല. അടിയന്തരമായി വേണ്ടത് ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ വ്യക്തത വരുത്തലാണ്.